ട്രിഗ്നോമെട്രിയിലെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു സെക്ഷനാണ് കോമ്പൗണ്ട് ആംഗിൾസ്. സോ ഈ ഒരു സെക്ഷനിൽ നിന്ന് ഷുവറായിട്ട് ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. കോമ്പൗണ്ട് ആംഗിൾസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ സൈൻ, കോസ്, ടാൻ ഇതിനെ പറ്റിയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സൈൻ എ പ്ലസ് ബിയുടെ ഫോർമുല, സൈൻ എ മൈനസ് ബിയുടെ ഫോർമുല, അതുപോലെ കോസ് എ പ്ലസ് ബി, ടാൻ എ പ്ലസ് ബി, കോസ് എ മൈനസ് ബി, ടാൻ എ മൈനസ് ബി, ഇങ്ങനെയുള്ള ഫോർമുലാസ് പഠിക്കുന്ന സെക്ഷനാണ് കോമ്പൗണ്ട് ആംഗിൾസ്. സോ ഈ ഫോർമുലാസ് നമ്മൾ ബൈ ഹാർട്ട് പഠിക്കണം. ഓക്കെ, സോ ഫോർമുലാസ് നോക്കുക. അപ്പോൾ സൈനിൻ്റെ ആണെങ്കിൽ സൈൻ എ പ്ലസ് ബി ഈസ് ഈക്വൽ ടു സൈൻ എ കോസ് ബി പ്ലസ് കോസ് എ സൈൻ ബി. സൈൻ എ പ്ലസ് ബി ഈസ് സൈൻ എ കോസ് ബി പ്ലസ് കോസ് എ സൈൻ ബി. ആൻഡ് കോസ് എ പ്ലസ് ബി ഈസ് ഈക്വൽ ടു കോസ് എ കോസ് ബി മൈനസ് സൈൻ എ സൈൻ ബി. ടാൻ എ പ്ലസ് ബി ഈസ് ഈക്വൽ ടു ടാൻ എ പ്ലസ് ടാൻ ബി ബൈ 1 മൈനസ് ടാൻ എ ടാൻ ബി. ഇനി ഇതിലെല്ലാം പ്ലസ് ഉള്ളടുത്ത് മൈനസ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? സബ്ട്രാക്ഷൻ ഫോർമുല. അതായത് സൈൻ എ മൈനസ് ബി ഈസ് ഈക്വൽ ടു സൈൻ എ കോസ് ബി മൈനസ് കോസ് എ സൈൻ ബി. കോസ് എ മൈനസ് ബി ഈസ് ഈക്വൽ ടു കോസ് എ കോസ് ബി പ്ലസ് സൈൻ എ സൈൻ ബി. ആൻഡ് ടാൻ എ മൈനസ് ബി വരുമ്പോൾ ടാൻ എ മൈനസ് ടാൻ ബി ബൈ 1 പ്ലസ് ടാൻ എ ടാൻ ബി. സോ ഇതാണ് നമ്മുടെ കോമ്പൗണ്ട് ആംഗിൾസിൻ്റെ ഫോർമുലാസ്. ഈ ഫോർമുലാസ് ബൈ ഹാർട്ട് പഠിക്കുക. ആൻഡ് ഇത് വെച്ച് നമുക്ക് പ്രോബ്ലംസ് ചെയ്യാം. ഓക്കെ, സോ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വരാൻ സാധ്യത ഉണ്ട്. ഒരു ആംഗിൾ തരും, ഏതെങ്കിലും ഒരു വാല്യൂ, ഒന്നെങ്കിൽ കോസിൻ്റെ വാല്യൂ ആയിരിക്കാം, അല്ലെങ്കിൽ സൈനിൻ്റെയോ ടാനിൻ്റെയോ ഒക്കെ തരും. എന്നിട്ട് നമ്മളോട് ഇതുപോലെ കോമ്പൗണ്ട് ആംഗിൾസിൻ്റെ വാല്യൂസ് കാണാൻ പറയും. സോ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഇഫ് കോസ് എ ഈസ് ഈക്വൽ ടു 3/5, ടാൻ ബി ഈസ് ഈക്വൽ ടു 5/2, എ ആൻഡ് ബി ആർ acute angles, ഫൈൻഡ് വാല്യൂസ് ഓഫ് സൈൻ എ പ്ലസ് ബി ആൻഡ് കോസ് എ മൈനസ് ബി. ഇനി നോക്കുക, നമുക്ക് എന്തൊക്കെ വാല്യൂസ് വേണം നോക്കുക. സൈൻ എ പ്ലസ് ബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരുന്നു ഫോർമുല? സൈൻ എ കോസ് ബി പ്ലസ് കോസ് എ സൈൻ ബി. അപ്പോൾ നമുക്ക് സൈൻ എ വേണം, കോസ് ബി വേണം, കോസ് എ വേണം, സൈൻ ബി വേണം. ഈ 4 വാല്യൂസും വേണം. ആൻഡ് കോസ് എ പ്ലസ് ബി കാണാൻ നമുക്ക് വേണ്ടതും കോസ് എ കോസ് ബി സൈൻ എ സൈൻ ബി സെയിം 4 വാല്യൂസാണ്. നമുക്ക് വേണ്ടത് സൈൻ എ വേണം, സൈൻ ബി വേണം, കോസ് എ വേണം, കോസ് ബി വേണം. ഇനി തന്നത് എന്തൊക്കെയാണ് നോക്കുക. തന്നത് കോസ് എയും ടാൻ ബിയും മാത്രമാണ്. അപ്പോൾ കോസ് എ യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? സൈൻ എ കണ്ടുപിടിക്കണം. ആൻഡ് ടാൻ ബി യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് വേണം? സൈൻ ബിയും കോസ് ബിയും വേണം. സോ ഇത് നമ്മൾ പൈതഗോറസ് തിയറം വെച്ചാണ് പ്രൂവ് ചെയ്യുക. സോ ഫസ്റ്റ് ട്രയാങ്കിൾ നോക്കുക. ഫസ്റ്റ് ട്രയാങ്കിളിൽ നമുക്ക് കോസ് എ തന്നിട്ടുണ്ട്. കോസ് എ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? കോസ് തീറ്റ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പഠിച്ചു എന്താണ്? അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ഓക്കെ, സോ അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ദാറ്റ് ഈസ് 3/5. സോ പൈതഗോറസ് തിയറം വെച്ചിട്ട് ഹൈപ്പോട്ടന്യൂസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു സൈഡ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? √5² മൈനസ് 3². എന്താ √5² മൈനസ് 3². √25 മൈനസ് 9 സിക്വൽ ടു √16 സിക്വൽ ടു 4. സോ ഈ ഒരു സൈഡ് 4 എന്ന് കിട്ടി. ഓക്കെ, ഇനി അതേപോലെ നമുക്ക് അടുത്ത ട്രയാങ്കിളിൻ്റെ കാണാം. അടുത്ത ട്രയാങ്കിളിൻ്റെ കാണുമ്പോൾ എങ്ങനെ കിട്ടും? അവിടെ നമുക്ക് തന്നിട്ടുള്ള ടാൻ വാല്യൂ ആണ്. ടാൻ ബി സിക്വൽ ടു 5/13 തന്നിട്ടുണ്ട്. ടാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സോറി, 5 എന്താണെന്നുള്ള ടാൻ ബി സിക്വൽ ടു 5/12 ആണ് തന്നിട്ടുള്ളത്. എന്ന് വെച്ചാൽ ടാൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. ഓപ്പോസിറ്റ് സൈഡ് അപ്പോൾ 5 ആണ്, അഡ്ജസൻറ്റ് സൈഡ് 12 ആണ്. അങ്ങനെയാണെങ്കിൽ ഹൈപ്പോട്ടന്യൂസ് കാണാനുള്ള ഫോർമുല എന്താണ്? √5² പ്ലസ് 12². √12² പ്ലസ് 5². √144 പ്ലസ് 25. √169 സിക്വൽ ടു 30. സോ ഇവിടെ ഹൈപ്പോട്ടന്യൂസ് 13 ആണ്. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കാം ഈ ട്രയാങ്കിളിൽ നിന്ന്?
സൈൻ എയും സൈൻ ബിയും കോസ് ബിയും കണ്ടുപിടിക്കുക. സൈൻ ബി എന്ന് പറഞ്ഞാൽ എന്ത് വരും? 5/13 ആൻഡ് കോസ് ബി ഈസ് 12/13. ഇനി ഫസ്റ്റ് ട്രയാങ്കിളിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? ഫസ്റ്റ് ട്രയാങ്കിൾ കിട്ടിയത് എന്തായിരുന്നു? 5 4 3. സോ എന്തായിരുന്നു ഇവിടെ? സൈൻ എ എന്ന് പറയുന്നത് 4/5 ആയിരിക്കും ആൻഡ് കോസ് എ ഈസ് 3/5. അത് ഓൾറെഡി തന്നിട്ടുണ്ട്. ഇത്രയും വാല്യൂസ് കിട്ടിയാൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഇനി സൈൻ എ പ്ലസ് ബിയും കോസ് എ മൈനസ് ബി. സൈൻ എ പ്ലസ് ബി കാണാനുള്ള ഫോർമുല എന്തായിരുന്നു? സൈൻ എ കോസ് ബി പ്ലസ് കോസ് എ സൈൻ ബി. കിട്ടിയ വാല്യൂസൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സൈൻ എ 4/5 ഇൻറ്റു കോസ് ബി ഈസ് 12/13 പ്ലസ് സൈൻ ബി കോസ് എ 3/5 ഇൻറ്റു സൈൻ ബി 5/13. മൾട്ടിപ്ലൈ ചെയ്യുക, ആഡ് ചെയ്യുക. ആൻസർ ഈസ് 63 പ്ലസ് 63/65. ഇതുപോലെ തന്നെ കോസ് എ മൈനസ് ബി കാണാം. കോസ് എ മൈനസ് ബിയുടെ ഫോർമുല എന്തായിരുന്നു? കോസ് എ കോസ് ബി പ്ലസ് സൈൻ എ സൈൻ ബി. വാല്യൂസ് കൊടുക്കുക, സിംപ്ലിഫൈ ചെയ്യാം. ഓക്കെ, സോ ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ അങ്ങനെ കൂടുതലായിട്ട് ചോദിക്കാറില്ല, എന്നാലും ചോദിക്കാറുണ്ട്. ജസ്റ്റ് ഒന്ന് നോക്കി വയ്ക്കാം. ഇനി അതിൻ്റെ തന്നെ വേറെയും വാല്യൂസാണ്. ടാൻ എയും ടാൻ ബിയും തന്നിട്ടുണ്ട്. ടാൻ എ മൈനസ് ബി കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ ടാൻ എ മൈനസ് ടാൻ ബി ബൈ 1 പ്ലസ് ടാൻ എ ഇൻറ്റു ടാൻ ബി. സോ എങ്ങനെ കിട്ടും? ടാൻ എ ഈസ് 3/4 മൈനസ് ടാൻ ബി ഈസ് 5/12/1 പ്ലസ് 3/4 ഇൻറ്റു 5/12. സിംപ്ലിഫൈ ചെയ്യുക. ന്യൂമറേറ്ററിൽ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക, ഇവിടെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക. സോ എങ്ങനെ കിട്ടും? 12 ഇൻറ്റു 3 36 മൈനസ് 5 ഇൻറ്റു 4 20/4 ഇൻറ്റു 12 48 ഹോൾ ഡിവൈഡഡ് ബൈ 1 പ്ലസ് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യാനാണ്, അപ്പോൾ ഡയറക്റ്റ് മൾട്ടിപ്ലൈ ചെയ്യുക. 3 ഇൻറ്റു 5 15/4 ഇൻറ്റു 12 48. ഇനി ഇതിനെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. 1 പ്ലസ് 15/48 എങ്ങനെ കിട്ടും? 48 ഇൻറ്റു 1 48 പ്ലസ് 15/48. ഓക്കെ, സോ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഇവിടെ 36 മൈനസ് 20 16/48/48 പ്ലസ് 15/48. സോ ഇനി എന്ത് ചെയ്യാം? നമുക്ക് ഈ 48ഉം ഈ 48ഉം ക്യാൻസൽ ചെയ്ത് കളയാം. ബാക്കി 16/63. ജസ്റ്റ് ഒന്ന് നോക്കി വയ്ക്കുക കേട്ടോ. അടുത്തൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇഫ് എ ആൻഡ് ബി ആർ അക്യൂട്ട് ആംഗിൾസ് വെർ ടാൻ എ is equal to 1/2 ആൻഡ് ടാൻ ബി is equal to 1/3 ഷോ ദാറ്റ് എ പ്ലസ് ബി is equal to π/4 റേഡിയൻ. ഇനി ഈ π/4 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര ഡിഗ്രി ആയിരുന്നു? π/4 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 45 ഡിഗ്രിയാണ്. സോ എ പ്ലസ് ബി 45 ഡിഗ്രിയാണ് എന്നാണ് പ്രൂവ് ചെയ്യാൻ പറഞ്ഞത്. തന്ന വാല്യൂസ് എന്തൊക്കെയാണ് നോക്കുക. ടാൻ എയും ടാൻ ബിയും ആണ് തന്നിട്ടുള്ളത്. ഇനി ഇത് പ്രൂവ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്താൽ മതി വെച്ചാൽ എ പ്ലസ് ബി 45 ആണ്. സോ ടാൻ എ പ്ലസ് ബി എന്ന് പറയുന്നത് ടാൻ എ പ്ലസ് ബി എന്നാൽ ശരിക്കും എന്തായിരിക്കും? ടാൻ 45 ആണെങ്കിൽ ആൻസർ എന്ത് വരും? ടാൻ 45ൻ്റെ വാല്യൂ 1 ആണ്. സോ നമ്മൾ എന്ത് കണ്ടു ചെയ്യുക വെച്ചാൽ ടാൻ എയും ടാൻ ബിയും നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ടാൻ എ പ്ലസ് ബി കണ്ടുപിടിക്കുക. ടാൻ എ പ്ലസ് ബീൻ്റെ വാല്യൂ 1 ആണെന്ന് കിട്ടിയാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? എ പ്ലസ് ബി 45 ഡിഗ്രി ആണെന്ന് പറയാൻ പറ്റും. ക്ലിയർ ആണല്ലോ? ഓക്കെ, സോ ഇങ്ങനെയുള്ള സ്റ്റെപ്സിൻ്റെ ഒന്നും ആവശ്യമില്ല. ഡയറക്റ്റ് എഴുതിയാൽ മതി. എ പ്ലസ് ബി is equal to π/4 റേഡിയൻ implies it is equal to 45 ഡിഗ്രി. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ടാൻ എയും ടാൻ ബിയും തന്നിട്ടുണ്ട്. അപ്പോൾ ടാൻ എ പ്ലസ് ബി കണ്ടുപിടിക്കാം. എന്തായിരുന്നു ടാൻ എ പ്ലസ് ബീൻ്റെ ഫോർമുല? ടാൻ എ പ്ലസ് ബി is equal to ടാൻ എ പ്ലസ് ടാൻ ബി ബൈ
1 മൈനസ് ടാൻ എ ടാൻ ബി. ഇത് സിംപ്ലിഫൈ ചെയ്യാം. ടാൻ എ എന്ന് പറഞ്ഞത് തന്നിട്ടുള്ളത് 1/2 ആണ്, ടാൻ ബി 1/3 ആണ്. അപ്പോൾ 1/2 പ്ലസ് 1/3/1 മൈനസ് 1/2 ഇൻറ്റു 1/3. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എങ്ങനെ ചെയ്യും? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. 1 × 3 3 പ്ലസ് 2 × 1 2, 3 പ്ലസ് 2/2 × 3 6. ഇനി ഇവിടെ ചെയ്യുമ്പോൾ ഇവിടെ എന്ത് ചെയ്യാം? മൾട്ടിപ്ലൈ ചെയ്യാം. 1 മൈനസ് 1/6. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എങ്ങനെ കിട്ടും? 5/6 ഇവിടെ ചെയ്യുമ്പോൾ 6 മൈനസ് 1, again 5/6. 5/6/5/6 1. tan a plus b 1 ആണ്. ദാറ്റ് മീൻസ് a plus b is equal to 45 ഡിഗ്രി, അല്ലെങ്കിൽ a plus b is equal to π/4 റേഡിയൻ. ഇത് അതേപോലെ a മൈനസ് ബിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു ക്വസ്റ്റ്യൻ നോട്ട് ചെയ്യുക. എസ്സേ പാർട്ടിൽ ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, സ്റ്റാർ മാർക്കൊക്കെ ഇട്ട് പഠിക്കാം. Find the value of tan 75 degree without using tables and show that tan 75 plus cot 75 is equal to 4. സിമ്പിളാണ്. ചെയ്യേണ്ടത് എന്താണ്? tan 75 പ്ലസ് കോട്ട് 75 is equal to 4. അപ്പോൾ നമ്മൾ ഓർത്ത് വയ്ക്കുക, 75 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? 45 പ്ലസ് 30 ആണ്. ഓക്കെ, സോ tan 75നെ മാറ്റി നമുക്ക് എന്ത് എഴുതാം? tan 45 പ്ലസ് 30 എന്ന് എഴുതാം. ഇനി tan a പ്ലസ് ബിയുടെ ഫോർമുല കൊടുക്കും. tan a പ്ലസ് ബിയുടെ ഫോർമുല എന്തായിരുന്നു? tan a പ്ലസ് tan b ബൈ 1 മൈനസ് tan a tan b. ഇനി tan 45 എത്രയാണ്? 1 പ്ലസ് tan 30 1/√3. സോ 1 പ്ലസ് 1/√3 ബൈ 1 മൈനസ് 1/√3. ഓക്കെ, സിംപ്ലിഫൈ ചെയ്യുക. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ എങ്ങനെ കിട്ടും? √3 × 1, √3 × 1 √3 പ്ലസ് 1, √3 പ്ലസ് 1/√3. ഇനി ഇവിടെ താഴെ എങ്ങനെ കിട്ടും? 1 × 1/√3 ഈസ് 1/√3. ഇവിടെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ √3 മൈനസ് ഇൻറ്റു 1 √3 മൈനസ് 1/√3. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ കിട്ടുന്നത് √3 പ്ലസ് 1/√3 ഡിവൈഡഡ് ബൈ √3 മൈനസ് 1/√3. അപ്പോൾ ഈ √3യും ഈ √3യും കട്ട് ചെയ്ത് പോകും. ബാക്കി ആൻസർ എന്ത് വരും? √3 പ്ലസ് 1/√3 മൈനസ് 1. സോ ഇത് വെച്ച് നമുക്ക് വാല്യൂ കാണാൻ പറ്റില്ല. സോ നമ്മൾ എന്ത് ചെയ്യുകയാണ്? ഇതിനെ ചെറുതായിട്ടൊന്ന് സിംപ്ലിഫൈ ചെയ്യാണ്. സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ന്യൂമറേറ്ററിൽ √3 മൈനസ് 1 ആണ്. ഇതിൻ്റെ കോൺജുഗേറ്റ് അതേതാ വരിക? √3 പ്ലസ് 1. സോ √3 പ്ലസ് 1 കൊണ്ട് നമ്മൾ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ കിട്ടും √3 പ്ലസ് 1 ഇൻറ്റു √3 പ്ലസ് 1 ബൈ √3 മൈനസ് 1 ഇൻറ്റു √3 പ്ലസ് 1. സോ ഇവിടെ എന്ത് വരും നമുക്ക് നോക്കാം. √3 പ്ലസ് 1 ഇൻറ്റു √3 പ്ലസ് 1 എന്തായിട്ട് മാറും? √3 പ്ലസ് 1 ഹോൾ സ്ക്വയർ ആയിട്ട് മാറും. ഇനി √3 മൈനസ് 1 ഇൻറ്റു √3 പ്ലസ് 1, അവിടെ ഏത് ഫോർമുല യൂസ് ചെയ്യാം? a മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി. എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി എന്താണ്? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. അപ്പോൾ എന്ത് കിട്ടും? എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ √3, √3ൻ്റെ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ 1. ഓക്കെ, സോ ഇനി സിംപ്ലിഫൈ ചെയ്യുമ്പോൾ √3 പ്ലസ് 1 ഹോൾ സ്ക്വയർ എന്തായിട്ട് മാറും? എ പ്ലസ് ബി ഹോൾ സ്ക്വയറിൻ്റെ ഫോർമുല. √3ൻ്റെ സ്ക്വയർ ഈസ്, ഓർത്ത് വയ്ക്കുക, √3ൻ്റെ സ്ക്വയർ 3 ആണ്. റൂട്ടും സ്ക്വയറും ഒരുമിച്ച് വന്നാൽ ക്യാൻസലായി പോവും. സോ അവിടെ എങ്ങനെ കിട്ടും? √3 സ്ക്വയർ ദാറ്റ് ഈസ് 3 പ്ലസ് 2 ഇൻറ്റു √3 ഇൻറ്റു 1 2ab ദാറ്റ് ഈസ് 2√3 പ്ലസ് 1ൻ്റെ സ്ക്വയർ 1 ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൽ എന്ത് വരും? √3ൻ്റെ സ്ക്വയർ 3 മൈനസ് 1ൻ്റെ സ്ക്വയർ 1. 3 മൈനസ് 1 ഇസ് ഈക്വൽ ടു 2. സോ ആൻസർ ഈസ് 3 പ്ലസ് 1 4 ആവും.
4 + 2√3/2. ഇനി ഇവിടെ നമുക്ക് കോമൺ ആയിട്ട് ഈ ന്യൂമറേറ്ററിൽ കോമൺ ആയിട്ട് 2നെ പുറത്തെടുക്കാം. 2നെ പുറത്തെടുക്കുമ്പോൾ 4ൽ പിന്നെ എന്തേ ഉണ്ടാവുള്ളൂ 2√3 2 പോയാൽ √3. ഇനി ഈ 2ഉം ഡിനോമിനേറ്ററിൽ 2ഉം വെട്ടിക്കളഞ്ഞാൽ നമുക്ക് ആൻസർ എന്ത് കിട്ടി? 2 + √3. ഇപ്പോൾ കിട്ടിയത് എന്താണ്? tan 75 = 2 + √3. ഇനി നമുക്ക് എന്താ വേണ്ടത്? പ്രൂവ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് tan 75 + cot 75 = 4 ആണ്. അപ്പോൾ ഇനി cot 75 വേണം. cot 75 എന്ന് പറഞ്ഞാൽ എന്താണ്? 1/tan 75 ആണ്. ദാറ്റ് ഈസ് 1/tan 75 നമുക്കിപ്പോൾ കിട്ടിയിട്ടുണ്ട് 2 + √3. അപ്പോൾ കോട്ട് എന്ത് വരും? 1/2 + √3. സോ എങ്ങനെ കിട്ടും നമുക്ക്? എഗെയിൻ ഇവിടെയും നമ്മൾ എന്തായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു? ഇവിടെ 2 + √3 ആണ് ഡിനോമിനേറ്ററിൽ. അപ്പോൾ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും 2 - √3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ 1 × 2 - √3 ഈസ് 2 - √3. അടുത്ത 2 + √3 × 2 - √3. a + b × a - b. a² - b². ദാറ്റ് മീൻസ് 2² - √3². 2² പറയുമ്പോൾ എത്ര കിട്ടും? 4 - √3ൻ്റെ സ്ക്വയർ 3. 4 - 3 ഇത് 1 ആയിട്ട് പോകും. ബാക്കി ആൻസർ എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ? 2 - √3. ഇനി എന്ത് ചെയ്താൽ മതി? ഇപ്പോൾ നമുക്ക് cot 75 ആയി. tan 75 + cot 75 കാണാം. അപ്പോൾ എങ്ങനെ കിട്ടും? 2 + √3 + 2 - √3. പ്ലസ് √3യും -√3യും കട്ട് ചെയ്ത് കളയും. ലാസ്റ്റ് ആൻസർ ഈസ് 4. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കി വയ്ക്കുക. ഇഫ് a + b = 45 ഡിഗ്രി. സോ ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ വരാറുണ്ട് കേട്ടോ. ഇഫ് a + b = 45 ഡിഗ്രി, ഷോ ദാറ്റ് 1 + tan a × 1 + tan b = 2. ഇനി ഇവിടെ പറഞ്ഞ ഹിൻറ്റുകൾ എന്തൊക്കെയാണ് നോക്കുക. a + b 45 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യം എന്താണ്? tan a + b എന്ന് പറയുന്നത് tan 45 ഈസ് 1. ഓക്കെ, a + b എന്താണ്? 45 ഡിഗ്രി ആണെങ്കിൽ അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് പറയാൻ പറ്റും tan a + b ഈസ് 1. tan a + b കാണാനുള്ള ഫോർമുല എന്താണ്? tan a + tan b / 1 - tan a × tan b = 1. സോ ഇനി എന്ത് ചെയ്താൽ മതി? ഈ ഡിനോമിനേറ്ററിനെ നേരെ ഇങ്ങോട്ട് കൊണ്ടുപോകും. ഡിവൈഡഡ് ബൈ 1 - tan a × tan b ഇങ്ങോട്ട് വരുമ്പോൾ ഇൻറ്റു 1 - tan a × tan b. അപ്പോൾ 1 × 1 - tan a × tan b ഈസ് 1 - tan a × tan b. സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? tan a + tan b = 1 - tan a × tan b എന്ന് പറയും. ഇനി എന്ത് ചെയ്താൽ മതി? നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് 1 + tan a × 1 + tan b = 2. ഇനി നമ്മൾ ചെയ്യുന്ന കാര്യം, ഈ ഒരു ടേമിന് -tan a × tan b ഇക്വാലിറ്റിയുടെ ഇപ്പുറത്തോട്ട് കൊണ്ടുവരുന്നു. അപ്പോൾ അതെന്തായിട്ട് മാറും? +tan a × tan b ആയിട്ട് മാറും. ഓക്കെ, സോ tan a + tan b + tan a × tan b = 1. ഓക്കെ, ഇനി എന്ത് ചെയ്യാണ്? ആഡിങ് 1 ഓൺ ബോത്ത് സൈഡ്. സോ രണ്ട് സൈഡിലും 1 ആഡ് ചെയ്യാണ്. 1 ആഡ് ചെയ്യുക മീൻസ് എന്ത് കിട്ടും? അവിടെ ഒരു +1 കൊടുത്തു. ഇവിടെ 1 + 1 കൊടുക്കുമ്പോൾ 2 ആവും. ഇനി ഇവിടെ നോക്കുക, ഇതിനെ ബ്രാക്കറ്റ് ചെയ്യുക. 1 + tan a. ഇനി അടുത്തത് എന്താ? tan b + tan a × tan b. ഇതിൽ നിന്ന് രണ്ടെന്നും കോമൺ ആയിട്ട് tan bനെ പുറത്തെടുക്കാം. സോ ഇതിനെ നമ്മൾ ബ്രാക്കറ്റിലിട്ടു. 1 + tan a. അടുത്ത രണ്ട് ടേമിന്ന് tan b + tan a × tan b tan bനെ പുറത്തെടുത്തു. ബാക്കി എന്തേ ഉണ്ടായിരിക്കുള്ളൂ? ഈ ടേമിൽ നിന്ന് tan b പോയാൽ അവിടെ 1 + tan a × tan b 1 പോയാൽ tan a. സോ 1 + tan a + tan b × 1 + tan a = 2.
ഓക്കെ, സോ ഇനി ഈ രണ്ട് ടേമൊന്നും ഇപ്പോൾ നോക്കുക, ഈ മൊത്തം ടേമിൽ കോമൺ ആയിട്ട് ആരുണ്ട്? ഇവിടെ ഒരു 1 + tan a ഉണ്ട്, ഇവിടെയും ഒരു 1 + tan a ഉണ്ട്. ഈ 1 + tan a പുറത്തെടുത്തു. സോ 1 + tan a പുറത്തെടുത്താൽ ഫസ്റ്റ് ടേമിൽ ആര് മാത്രമേ ഉണ്ടാവുള്ളൂ? പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാവില്ല. സോ 1 പ്ലസ് ഇവിടെ ബാക്കി ഉണ്ടാവുക tan b. സോ 1 + tan a ഇൻറ്റു 1 + tan b = 2. ചെയ്ത സ്റ്റെപ്സ് ഒന്നുകൂടി നോക്കുക. നമുക്ക് കിട്ടിയത് tan a + tan b = 1 - tan a tan b. ഈ മൈനസ് tan a tan b ഇങ്ങോട്ട് കൊണ്ടുവരും. സോ tan a + tan b പ്ലസ് മൈനസ് ഇങ്ങോട്ട് വരുമ്പോൾ പ്ലസ് ആവും. tan a ഇൻറ്റു tan b = 1. രണ്ട് സൈഡിലും 1 ആഡ് ചെയ്തു. ഇവിടെ +1, ഇവിടെ +1. ഓക്കെ, ഇനി എന്ത് ചെയ്യും? കിട്ടിയാൽ ഈ 1 + tan a ബോക്സ് ചെയ്യും. ബാക്കി രണ്ട് ടേമൊന്നും കൂടി tan b പുറത്തെടുക്കും. സോ tan b ഇൻറ്റു tan b പോയാൽ ഇവിടെ 1, ഇവിടെ tan a. സോ 1 ഇൻറ്റു tan a, 1 + tan a. ഇനി ഇതിൽ നിന്നും 1 + tan a പുറത്തെടുക്കും. ബാക്കി എന്തുണ്ടാവും? ഇവിടെ 1, ഇവിടെ tan b. സോ 1 + tan a ഇൻറ്റു 1 + tan b = 2. അടുത്ത ക്വസ്റ്റ്യൻ sin a + b ഇൻറ്റു sin a - b = sin സ്ക്വയർ a മൈനസ് cosine സ്ക്വയർ b. ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. രണ്ട് ഫോർമുലയും കൊടുക്കുക. sin a + b പറയുമ്പോൾ sin a cos b പ്ലസ് cos a sin b ഇൻറ്റു sin a - b is sin a cos b മൈനസ് cos a sin b. സോ ദിസ് ഈസ് a + b, ഇത് a - b. a + b ഇൻറ്റു a - b ഈസ് a സ്ക്വയർ മൈനസ് b സ്ക്വയർ. സോ നൗ a എന്ന് പറഞ്ഞാൽ sin a cos b, b cos a sin b. സോ sin a cos b ഹോൾ സ്ക്വയർ മൈനസ് cos a sin b ഹോൾ സ്ക്വയർ. ഓക്കെ, sin a cos b ഹോൾ സ്ക്വയർ എന്താ? sin സ്ക്വയർ a cos സ്ക്വയർ b മൈനസ് cos സ്ക്വയർ a sin സ്ക്വയർ b. ഇനി കോമൺ ആയിട്ട് ആര് പുറത്ത്? കോമൺ ആയിട്ടല്ല, cos സ്ക്വയർ ബിക്ക് പകരം നമ്മൾ 1 - sin സ്ക്വയർ b കൊടുക്കും. നമുക്കറിയാം, ഇതവിടെ sin സ്ക്വയർ തീറ്റ പ്ലസ് cos സ്ക്വയർ തീറ്റ = 1 ആണ്. അപ്പോൾ sin സ്ക്വയർ a പ്ലസ് cos സ്ക്വയർ a = 1 ആൻഡ് cos സ്ക്വയർ a = എന്ത് വരും? 1 - sin സ്ക്വയർ a. സോ അതേപോലെ തന്നെ sin സ്ക്വയർ a = 1 - cos സ്ക്വയർ a ആയിരിക്കും. സോ ഇത് വെച്ചിട്ട് ഈ cos സ്ക്വയർ ബിനെയും ഈ cos സ്ക്വയർ എനെയും മാറ്റും. cos സ്ക്വയർ b എന്തായിട്ട് മാറും? 1 - sin സ്ക്വയർ b ആൻഡ് cos സ്ക്വയർ a ഈസ് 1 - sin സ്ക്വയർ a. ഇനി എന്ത് ചെയ്യും? ഈ സൈൻ സ്ക്വയർ എനെ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അതുപോലെ ഈ സൈൻ സ്ക്വയർ ബീനെ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ സൈൻ സ്ക്വയർ a ഇൻറ്റു 1 ഈ സൈൻ സ്ക്വയർ a മൈനസ് സൈൻ സ്ക്വയർ a ഇൻറ്റു സൈൻ സ്ക്വയർ b. ഇവിടെ ഒരു മൈനസ് ഉണ്ട്. ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ സൈൻ സ്ക്വയർ b ഇൻറ്റു 1 സൈൻ സ്ക്വയർ b മൈനസ് സൈൻ സ്ക്വയർ a മൈനസ് സൈൻ സ്ക്വയർ a ഇൻറ്റു സൈൻ സ്ക്വയർ b. ഇനി സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഈ ടേമും കട്ടായി പോവും. ബാക്കി സൈൻ സ്ക്വയർ a മൈനസ് സൈൻ സ്ക്വയർ b. അടുത്ത ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആണ്, ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ളതാണ്. എക്സ്പ്രസ് √3 cos x പ്ലസ് sin x ഇൻ ദ ഫോം ഓഫ് r sin ഇൻറ്റു എക്സ് ആൽഫ പ്ലസ് r sin x പ്ലസ് ആൽഫ വേർ ആൽഫ ഈസ് ക്യൂട്ട്. സോ ഈ ഒരു ഫോമിൽ എഴുതാനുള്ള ക്വസ്റ്റ്യൻസ് ഷുവറായിട്ട് വരാറുണ്ട്. ഓക്കെ, സോ എന്താ പ്രൂവ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്? √3 cos x പ്ലസ് sin x = r ഇൻറ്റു sin x പ്ലസ് ആൽഫ. ഈ ഒരു ഫോമിലേക്ക് മാറ്റണം. സോ ഇതിൽ sin x പ്ലസ് ആൽഫ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? sin a പ്ലസ് ബീൻ്റെ ഫോർമുല കൊടുക്കുക. sin a പ്ലസ് ബീൻ്റെ ഫോർമുല എന്തായിരുന്നു? sin a cos b പ്ലസ് cos a sin b. അങ്ങനെ ഈ ഒരു ഇതിനെ എക്സ്പാൻഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? r ഇൻറ്റു എൻ്റെ സ്ഥാനത്ത് ഇവിടെ x ആണ്,
ബീൻ്റെ സ്ഥാനത്ത് ആൽഫയാണ്. ആർ ഇൻറ്റു സൈൻ എക്സ് കോസ് ആൽഫ പ്ലസ് കോസ് എക്സ് സൈൻ ആൽഫ. ഓക്കെ, ഇനി √3 കോസ് എക്സ് ഈക്വൽ ടു √3 കോസ് എക്സ് പ്ലസ് സൈൻ എക്സ് ഈ ഒരു ഫോമിലാണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. സോ നമ്മൾ എന്താ ചെയ്യുക വെച്ചാൽ ഈ രണ്ട് ഇക്വേഷനെയും ഇക്വേറ്റ് ചെയ്യും, എന്നിട്ട് ആറിൻ്റെയും ആൽഫേൻ്റെയും വാല്യൂ കണ്ടുപിടിക്കും. ഓക്കെ, സോ ഒന്ന് കണ്ടുപിടിക്കാം. അടുത്തൊരു സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യുന്നത് √3 കോസ് എക്സ് പ്ലസ് സൈൻ എക്സ് ഈക്വൽ ടു ഈ ആറിൻ്റെ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യും. ആറിൻ്റെ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ആർ ഇൻറ്റു സൈൻ എക്സ് കോസ് ആൽഫ പ്ലസ് ആർ ഇൻറ്റു കോസ് എക്സ് സൈൻ ആൽഫ. ഓക്കെ, ഇതുവരെ നമുക്ക് കിട്ടി. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈക്വലായിട്ടുള്ള ടേംസിനെ ഇക്വേറ്റ് ചെയ്യാണ്. സോ ഇവിടെ നോക്കുക, ഇവിടെ കോസ് എക്സ് ഉണ്ട്, ഇവിടെ സൈൻ എക്സ് ഉണ്ട്. സോ ഇപ്പുറത്ത് RHSൽ കോസ് എക്സിനെ നോക്കുക. ഇവിടെ കോസ് എക്സ് ആണ്. ഇവിടെ കോസ് എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് √3 ആണ്. ഇവിടെ കോസ് എക്സ് എവിടെയുള്ളത് നോക്കുക. ഇവിടെ കോസ് എക്സ് ഉള്ളത് ഇവിടെയാണ്. ഇവിടെ കോസ് എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് ആയിട്ട് ആരൊക്കെയുണ്ട്? ആറുമുണ്ട്, സൈൻ ആൽഫയുണ്ട്. അപ്പോൾ ഇവിടെയുള്ള √3നെ നമുക്ക് ഈ ആർ ഇൻറ്റു സൈൻ ആൽഫ ആയിട്ട് ഇക്വേറ്റ് ചെയ്യണം. സോ അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. √3 = r സൈൻ ആൽഫ. അതായത് ഇതിനകത്ത് ഇപ്പോൾ കുറേ സംഗതി എഴുതിയിട്ടുണ്ട്. ഇതൊന്നും നമുക്ക് ആവശ്യമില്ല. നമുക്ക് നേരെ എഴുതാം. ഇക്വേറ്റിംഗ് സിമിലർ ടേംസ് എഴുതിയിട്ട് എഴുതാം. √3 = r ഇൻറ്റു സൈൻ ആൽഫ. അതായത് കോസ് എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് നോക്കുക. ഇവിടെ കോസ് എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് √3 ആണ്. ആൻഡ് ഇവിടെ കോസ് എക്സിൻ്റെത് r സൈൻ ആൽഫ. സോ √3 = r സൈൻ ആൽഫ. ഇനി ഇവിടെ നോക്കുക, സൈൻ എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് നോക്കുക. സൈൻ എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് ഇവിടെ എന്താണ്? 1 ആണ്. അപ്പോൾ ഇവിടെ സൈൻ എക്സിൻ്റെ എന്താണ്? r കോസ് ആൽഫയാണ്. അപ്പോൾ നമുക്ക് അടുത്ത ഇക്വേഷനായിട്ട് എഴുതാൻ പറ്റും r കോസ് ആൽഫ = 1. സോ നമുക്ക് എന്ത് കിട്ടി? സിംപ്ലിഫൈ ചെയ്യുന്നതിന് രണ്ട് ഇക്വേഷൻസ് കിട്ടി. ഒന്ന് √3 = r സൈൻ ആൽഫ, അടുത്തത് 1 = r കോസ് ആൽഫ. ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം, ഈ കിട്ടിയ ഇക്വേഷൻസിനെ ഇക്വേഷൻ 1 എന്നും ഇക്വേഷൻ 2 എന്നും കൊടുത്തിട്ടുണ്ട്. ഈ രണ്ട് ഇക്വേഷനെയും സ്ക്വയറിങ് ആൻഡ് ആഡിങ്. ഇത് സ്ക്വയർ ചെയ്യുക, അതിന് ശേഷം ആഡ് ചെയ്യുക. സ്ക്വയർ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഈ ഒരു ഇക്വേഷൻ നമ്പർ 1നെയാണ് സ്ക്വയർ ചെയ്യുന്നത് വിചാരിക്കുക. സോ √3ൻ്റെ സ്ക്വയർ = r² ഇൻറ്റു സൈൻ സ്ക്വയർ ആൽഫ. √3 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? 3 ആണ്. 3 = r² സൈൻ ആൽഫ എന്ന് കിട്ടും. ഇതിന് എന്ത് കിട്ടും? 3 = r² സൈൻ ആൽഫ. അടുത്ത ഇക്വേഷൻ നമുക്ക് എന്ത് കിട്ടും? ഇതിനെ സ്ക്വയർ ചെയ്യുമ്പോൾ 1ൻ്റെ സ്ക്വയർ 1 തന്നെയാണ്. സോ 1 = r² കോസ് ആൽഫ. ഇനി കിട്ടിയ രണ്ട് ഇക്വേഷനും കൂടി നമ്മൾ ആഡ് ചെയ്യും. ആഡ് ചെയ്യുമ്പോൾ എങ്ങനെ കിട്ടും നമുക്ക്? ഇത് രണ്ടും ആഡ് √3 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ = r² സൈൻ സ്ക്വയർ ആൽഫ പ്ലസ് r² കോസ് സ്ക്വയർ ആൽഫ. ഇനി √3ൻ്റെ സ്ക്വയർ 3 പ്ലസ് 1ൻ്റെ സ്ക്വയർ 1. ഇവിടെ രണ്ടൊന്നും കോമൺ ആയിട്ട് നമുക്ക് r² പുറത്തെടുക്കാം. r² ഇൻറ്റു ബ്രാക്കറ്റിൽ ആരൊക്കെ ഉണ്ടാവും? പിന്നെ സൈൻ സ്ക്വയർ ആൽഫ പ്ലസ് കോസ് സ്ക്വയർ ആൽഫ. ഇനി എന്താ സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ? 1 ആണ്. അപ്പോൾ സൈൻ സ്ക്വയർ ആൽഫ പ്ലസ് കോസ് സ്ക്വയർ ആൽഫ 1 ആയിട്ട് മാറും. സോ 4 = r² ഇൻറ്റു 1. സോ r² = 4 കിട്ടി. അങ്ങനെയാണെങ്കിൽ r എന്ന് പറയുന്നത് എന്തായിരിക്കും? ±√2. ആറിൻ്റെ വാല്യൂ ±√2 ആണ്. ഇനി നമുക്ക് എന്തിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം? ആൽഫേൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. സോ നമുക്ക് കിട്ടിയ ഇക്വേഷൻസ് എന്തായിരുന്നു? √3 = r സൈൻ ആൽഫ ആൻഡ് 1 = r കോസ് ആൽഫ. സോ ആ ഇക്വേഷൻസ് തമ്മിൽ ഡിവൈഡ് ചെയ്യാം. സോ 1/2 ചെയ്യുമ്പോൾ √3/1 = r സൈൻ ആൽഫ ബൈ r കോസ് ആൽഫ. 6ഉം 6ഉം ക്യാൻസൽ ചെയ്ത് കളയാം.
സൈൻ ആൽഫ ബൈ കോസ് ആൽഫ എന്തായിരിക്കും? ടാൻ ആൽഫ. സോ ടാൻ ആൽഫ ഈസ് ഈക്വൽ ടു √3. അങ്ങനെയാണെങ്കിൽ ആൽഫ എന്ത് വരും? ടാൻ ഇൻവേഴ്സ് √3 ഈസ് ഈക്വൽ ടു 60. ഓക്കെ, സോ ആറിൻ്റെ വാല്യൂ നമുക്ക് +or-2, ആൽഫേൻ്റെ വാല്യൂ 60 കിട്ടി. അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? നമുക്ക് √3 cos x പ്ലസ് സൈൻ എക്സ് ഈക്വൽ ടു r ഇൻറ്റു ദാറ്റ് ഈസ് +or-2 ഇൻറ്റു സൈൻ എക്സ് പ്ലസ് 60 ഡിഗ്രി. ഓക്കെ, സോ ഈ ഒരു ഇക്വേഷൻ വന്നത് എവിടെ നിന്നാണ്? നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ എടുത്ത ഇക്വേഷനാണിത്. ഇതായിരുന്നു നമ്മളോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞത്. √3 cos x പ്ലസ് സൈൻ എക്സ് ഈക്വൽ ടു r ഇൻറ്റു സൈൻ എക്സ് പ്ലസ് ആൽഫ എന്നുള്ളതാണ് പ്രൂവ് ചെയ്യാൻ പറഞ്ഞത്. ഓക്കെ, സോ നമുക്ക് ആറിൻ്റെ വാല്യൂ ആൽഫേൻ്റെ വാല്യൂ കിട്ടുകയാണ്. ഈ ക്വസ്റ്റ്യൻ നന്നായിട്ട് നോക്കി വയ്ക്കുക, എഴുതി പഠിക്കുക. ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ വരും. ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ താഴെ തന്നുകൊണ്ട് ഒന്ന് സ്വന്തമായിട്ട് നോക്കുക. ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം.